ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പാലക്കാടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാലക്കാട് പോകുമ്പോൾ എന്തിനാ ഈ പാത്രങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് പോകണേന്ന് വിചാരിക്കേണ്ട. അത് കുറേ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കൊടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ. ആദ്യമൊക്കെ പോകണ്ടെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വണ്ടിയിലല്ലേ, പോകെ അങ്ങ് മഴ കുറഞ്ഞോളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിക്കാതെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കുകയായിരുന്നേ. ജിത്തു പിന്നെ എപ്പോൾ വണ്ടിയിൽ കയറിയാലും ഇങ്ങനെ സെൻറ്ററിൽ കയറിയിരിക്കും. പിന്നെ അവൻ എപ്പോഴും ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ആദ്യം ഇങ്ങനെ ഉമ്മ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് മാറ്റിയെടുക്കും അമ്മേ, ഇതിങ്ങനെ ആൾക്കാർ കണ്ട, അല്ലെങ്കിൽ ആൾക്കാരല്ല അവൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ട കളിയാക്കും പറഞ്ഞിട്ട് അല്ലാണ്ട് ഉമ്മയൊക്കെ തന്നു കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ പാലക്കാട് മേലാമുറി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഒരുവിധം പാലക്കാടേക്ക് ഉള്ളവർക്ക് അറിയായിരിക്കും. മേലാമുറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റാണ്. അതായത് വെജിറ്റബിൾസ്, പിന്നെ ഗ്രോസറി ഐറ്റംസ്, അങ്ങനെ കണ്ണി കണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ നിന്നാണ് ആൾക്കാർ ഈ ഹോൾസെയിലിൽ നിന്ന് അവിടുന്ന് സാധനങ്ങൾ എടുത്തിട്ടാണ് കടകളിൽ കൊണ്ടുവന്ന് റീറ്റെയിലുകാർ വിൽക്കുന്നത് കേട്ടോ. എന്തായാലും പാലക്കാടേക്ക് വരികയെന്ന് വിചാരിച്ചപ്പോൾ എന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് മേടിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഇതാണ് പച്ചക്കറി മാർക്കറ്റ് ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അതായത് മുളകുകൾ, എനിക്ക് ഉണക്കമുളകുകൾ, കാശ്മീരി ചില്ലിയൊന്നും നമ്മുടെ അവിടെ കുളപ്പുള്ളി ഷൊർണൂരൊന്നും അങ്ങനെ നല്ലത് കിട്ടാറില്ലെന്നല്ല, ഉണ്ട്, എന്നാലും പക്ഷേ ഭയങ്കര റേറ്റ് കൂടുതലാണ്. പിന്നെ 1-2 പ്രാവശ്യം വാങ്ങിയിട്ട് അധികം കളറൊന്നും ഉണ്ടായിരുന്നില്ല, സാധാ മുളക് പോലെ എരിവൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കാരണം ഞാൻ വാങ്ങിയില്ല. പിന്നെ ഇതുപോലെ കടല, പരിപ്പുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ അമ്മയ്ക്കും കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്കുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിയേ. പിന്നെ നമ്മൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങി ഇറങ്ങി നേരെ പോകുന്നത് ലുലുവിലോട്ടാട്ടോ. എപ്പോൾ പാലക്കാട് വന്നാലും ഒന്ന് ലുലുവിലോട്ട് കയറാണ്ട് പോവില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി കുറച്ച് നേരം കറങ്ങിയിട്ടൊക്കെ വായോ, ഏട്ടൻ പോയിട്ടൊക്കെ വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി തട്ടിയിട്ട് ഏട്ടൻ പോയി കേട്ടോ. പിന്നെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഇതിൻ്റെ ഡ്രൈവർ ജിത്തു തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ കൺട്രോൾ ജിത്തുവിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും, നമ്മുടെ കയ്യിൽ ഒന്നും കിട്ടില്ല. പിന്നെ അവസാനം ബില്ലിടുന്നവർ ഞാൻ അങ്ങനെ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും, ജിത്തു ആരുടെയും കാലിക്കൊണ്ടിരിക്കല്ലേ, മുറിയാവും, പിന്നെ ആൾക്കാരിൽ നിന്ന് ചീത്ത കേൾക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുവേ. പിന്നെ ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്തു. പുട്ടുപൊടി, അരിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ മാഗി കണ്ടപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ബോട്ടിലിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞാൻ എടുത്ത് നോക്കി. പക്ഷേ നമ്മൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞല്ലോ, ബോട്ടിലൊക്കെ വാങ്ങിയ കാരണം ഞാൻ എടുത്തില്ല. ആ ജിത്തുവിൻ്റെ കയ്യിലിരിക്കുന്ന ബോട്ടിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്ന അങ്ങനത്തെ ബോട്ടിലുകളൊക്കെ. പിന്നെ എണ്ണയ്ക്ക് കുറച്ച് വിലക്കുറവായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒരു 3-4 പാക്കറ്റ് എണ്ണയൊക്കെ അങ്ങോട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ പോയപ്പോൾ മീൻ, നമ്മുടെ ഇവിടെ ഒന്നും മീനേ കാണാനില്ല. ഉണ്ടെങ്കിലും തന്നെയും ഫ്രഷും അല്ല, ഒന്നുമല്ല. ഇത് നോക്ക്, നല്ല ജീവനുള്ള മീനൊക്കെ കേട്ടോ. കണ്ടോ അതിൻ്റെ ചെകിളയൊക്കെ ഇങ്ങനെ കിടന്ന് അനങ്ങുന്നത് കണ്ടോ. മീനിപ്പോൾ അങ്ങനെ കഴിക്കാൻ തോന്നാത്ത കാരണം മീൻ വാങ്ങിയില്ലേ. പിന്നെ ഞങ്ങൾ കുറച്ച് ചിക്കനും മട്ടനും ഒക്കെ വാങ്ങി കേട്ടോ. അങ്ങനെ അതുമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ എപ്പോൾ പോയാലും ഞാനിവിടുന്ന് ചിക്കൻ സൂപ്പ് എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. കഴിക്കാറല്ല, വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ചിക്കൻ സൂപ്പും ഒക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നേരെ പിള്ളേർക്ക് ബർഗറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബർഗറും റോളും ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യമായിട്ടാണ് ലുലുവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു തട്ടുകട സംഭവം കാണുന്നത്. പിന്നെയാണ് ഓരോ റീൽസുകളിൽ കണ്ടത് പുതുതായിട്ട് തട്ടുകട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ അങ്ങനെ കഴിക്കാനായിട്ടൊന്നും ഒന്നും ഞാൻ വാങ്ങിയില്ല, കാരണം സമയമായിട്ടുണ്ടായിരുന്നില്ലല്ലോ, രാവിലെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഞാൻ തിരിച്ചു പോകുന്ന വഴി വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എന്തായാലും ഇവിടം വരെ വന്നില്ലേ, വെറുതെ കറങ്ങി നടക്കുകയല്ലേ, എന്നാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എന്നാൽ അവിടെ നിന്ന് എല്ലാം അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പിന്നെ കുറച്ച് സാമ്പാറിനുള്ള കഷ്ണങ്ങളിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ അതൊക്കെ എടുത്തു. കടച്ചക്ക എടുത്തു. പിന്നെ കോവയ്ക്ക പ്രാന്തി ആയത് കാരണം ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തു. ഞാനിങ്ങനെ എടുക്കുന്നതനുസരിച്ച് ജിത്തു പോയി സീൽ ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നും ഈ തോരനും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടും പിന്നെ സ്കൂളും ഒക്കെ തുറന്നില്ലേ, അപ്പോൾ പിന്നെ എന്നും നമുക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ആവശ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ഒരുവിധം പച്ചക്കറികൾ മുഴുവനും എടുത്തു. പിന്നെ അന്ന്
നമ്മൾ വിഷുവിൻ്റെ ടൈമിൽ പോയതിനേക്കാളും കുറച്ചും കൂടി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമും അതൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഒരുവിധം എല്ലാം വാങ്ങിക്കഴിഞ്ഞ ശേഷം ബില്ലിടാൻ പോവാണ്. ഇവിടാണ് ഇനി അടുത്ത തല്ലുകൂടൽ കേട്ടോ. ജിത്തുവിന് എല്ലാം എടുത്ത് പറക്കി വെച്ച് കൊടുക്കണം പറഞ്ഞു. പിന്നെ ഞാൻ ലാസ്റ്റ് അച്ചുട്ടി എടുത്ത് പറഞ്ഞു അവനല്ലേ ചെറുത്, അവൻ വെച്ചോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് അവസാനം നമ്മളിതാ താഴേക്ക് പോവാണ്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ കാറ്റായിരുന്നു. അങ്ങനെ ഞങ്ങളിത് വേഗം വണ്ടിയുടെ ഡിക്കിലോട്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ട് പെറുക്കി ഇട്ടു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ലഞ്ച് കഴിക്കാനാണ്. അപ്പോഴേക്കും ഉച്ചയൊക്കെ ആയിട്ടോ. അപ്പം നമ്മൾ ഈ ആക്കര പാലത്തിൻ്റെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് യൂട്യൂബിലും എല്ലാത്തിലും വൈറലായിട്ടുള്ള രാജേട്ടൻ്റെ കടയിലേക്കാണ് കേട്ടോ. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ ഞാനപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേരേനെയും കൊണ്ട് ആദ്യമായിട്ടാണ് രാജേട്ടൻ്റെ കടയിലേക്ക് പോകുന്നത്. അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വെറൈറ്റി ഫിഷ് ഫ്രൈസും പിന്നെ മട്ടൻ്റെ കുറച്ച് ഐറ്റംസും ആണ്. അവിടെ ചെന്നുടനെ ഒരു കുട്ടി ജിത്തുവിനെയും പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നേ. നമ്മളിതാ ചെന്നിരുന്നുണ്ടെങ്കിൽ ചേച്ചിമാരിതാ ഇലയ്ക്ക് ഇട്ട് ഊണൊക്കെ വിളമ്പി തന്നു. പിന്നെ ഒരു പാത്രം നിറയെ മീനുകൾ കൊണ്ടുവന്നിട്ട് ഏത് വേണം എല്ലാ മീനുകളും കൂടി കണ്ടപ്പോൾ എൻ്റെ കണ്ണൊക്കെ ആകെ തെള്ളിപ്പോയി. പിന്നെ അതിൽ നിന്ന് ഞാൻ ഡാമാവോലി ഫ്രൈയും വാങ്ങി, പിന്നെ ഒരു മട്ടൻ തലക്കറിയും വാങ്ങി, പിന്നെ പിള്ളേർക്ക് ചിക്കൻ 65 അങ്ങനെയൊക്കെ എന്തൊക്കെയോ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ കഴിച്ച ശേഷം ഞങ്ങളിതാ വീണ്ടും യാത്ര തുടങ്ങി. 5 രൂപയുടെ കടികൾ കിട്ടുന്ന കടകളുണ്ടല്ലോ, അപ്പോൾ ഇനി അതും വാങ്ങിയിട്ട് പോയി. ഇനി വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ചായ വെച്ച് അതിൻ്റെ കൂടെ കഴിക്കാൻ. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒറ്റപ്പാലത്തുള്ള റോയലിലേക്കാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് വീട്ടിലിരുന്ന കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം, മാറ്റുകളൊക്കെ വാങ്ങിക്കണം. അങ്ങനെ കയറിയതാണ്. ഒരു പ്രാവശ്യം ഞാൻ വന്ന് മാറ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല റേറ്റും കുറവാണ്, നല്ല സാധനവുമാണ്. അപ്പം അങ്ങനെ അതുമൊക്കെ വാങ്ങി ഞങ്ങളിതാ വീട്ടിലോട്ട് വന്നേ. അച്ചുട്ടിയുടെ ആണെങ്കിൽ ആ വണ്ടി ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞപ്പോൾ എന്താ കണ്ടോ, തറയിൽ ആകെ നിരത്തി പറക്കിയിട്ടിട്ടുണ്ട്. പിന്നെ വന്ന ക്ഷീണം തീർക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാവാം ബാക്കി ജോലികൾ കേട്ടോ. അപ്പം ടാറ്റ എല്ലാവർക്കും.